അറിയില്ല. വിഷ്ണു ഭഗവാൻ, നാരായണ, മഹാദേവ, ആകാശമുണ്ട്, മഹാവിഷ്ണു, മഹാഭദ്രമൂർത്തി, ഭദ്രകാളി, എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് ഞാനൊരു കാര്യം പറയാൻ നിൽക്കുകയാണ്. അതായത് 2-3 ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാതെ ഗ്യാസിൻ്റെ അസിഡിറ്റിയും അതും ഉള്ളത് കാരണം കൊണ്ട് ജലദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം കൊണ്ട് 3 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യും. സ്കാനിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. ഈ 3 ദിവസത്തിൽ എന്താ പറഞ്ഞാൽ 3 ദിവസത്തിൽ ഞാൻ റൂമിലാണ് താമസിച്ചത്. വൈഫും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ദിവസം ഇன்றைக்கി 4ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജായി. എനിക്ക് ഡിസ്ചാർജായി വന്നു. 3ാമത്തെ ദിവസം രാത്രി ഏകദേശം ഉറക്കം വരാതെ ഞാൻ കിടന്ന് ഒരുപാട് പണിയോടെയായിരുന്നു. കാരണം തീരെ ഉറക്കം വരുന്നില്ല. എത്ര താമസിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 12 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ കിടന്നവിടുന്ന് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് പെട്ടെന്നൊന്ന് പോവുകയുമായുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്താഗതി എനിക്ക് വരികയും ആ ചിന്താഗതി അപ്പോൾ തന്നെ നശിക്കുകയും ആ ചിന്താഗതിയിലൂടെ നോക്കുന്ന സമയത്ത് ഒരു കടുകുമണി രൂപത്തിൽ ഒരു വായുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഞാൻ കണ്ടത്. വായുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ഞാനവിടെ മരിച്ചുപോയി. എൻ്റെ ശരീരത്തിൽ നിന്ന് പോയ പ്രാണവായു ഏതാണെന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും ഞാനവിടെ മരിച്ചുപോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഈ കടുക് മണിയോടും വലുപ്പമില്ല ഈ സാധനം വായുവിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അന്ധകാരമാണ്. അത് തീർച്ചയായിട്ടും അന്ധകാരം പറഞ്ഞാൽ കൂരിട്ടാണ്. കൂരിട്ടാണ്. പകലിൽ വെളിച്ചുണ്ടോ വലിയോ ഒന്നും എനിക്കറിയില്ല. കൂരിട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ഈ സാധനം എൻ്റെ തലയിൽ വന്ന് വീണു. ആ വീണത് ഞാൻ അറിഞ്ഞു. ഞാനപ്പോൾ തട്ടി നോക്കിയപ്പോൾ പെട്ടെന്ന് എണീക്കുകയും ചെയ്ത് തട്ടി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതിശയം തോന്നി. കാരണം ഞാൻ ഒരു മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ള ചിന്താഗതി എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് ചിന്തിച്ചു. അന്ന് ഞാൻ മുഴുവനായിട്ട് ഉറങ്ങിയിട്ടില്ല. ഭാര്യ എണീറ്റ് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വേണ്ട പിന്നീട് പറയാം എന്ന് വെച്ചിട്ട് അവിടെ നിന്നു. പക്ഷെ സംഭവം വളരെ സത്യമാണ്, സത്യസന്ധമായിട്ടാണ്. എനിക്ക് ഉണർവുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള സത്യമാണ്. അതുപോലെ എൻ്റെ ശരീരത്തിൽ നിന്നൊരു സാധനം പോയത് അത് സത്യമാണ്. ആ പോണ രൂപം ഈ അതായത് നമ്മുടെ ഈ വായുവിലൂടെ സഞ്ചരിച്ച് ഏകദേശം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിരിച്ച് വന്ന് എൻ്റെ തലയിൽ വീഴുകയും ഞാൻ പെട്ടെന്ന് ഉണർന്ന് എണീക്കുകയും പിന്നെ എനിക്ക് ഒരു ജീവൻ കിട്ടുന്ന ഒരു പ്രതീതി കിട്ടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാനിതിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്നാണ് ഞാൻ ആശ്ചര്യത്തോടെ ചിന്തിക്കുന്നത്. ആശ്ചര്യത്തോടെ ചിന്തിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ശരിക്കും ആശ്ചര്യം തന്നെയാണ്. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആശ്ചര്യം. ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അത് സ്വപ്നമല്ല എന്നുള്ള യഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ കണ്ടത്. സ്വപ്നമല്ല. ഇത് പറയുന്നവർ ചിലപ്പോൾ കേൾക്കുന്നവർ സ്വപ്നമാണ്. ചിലപ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ സംഭവിക്കാം, പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് വരും എന്നുള്ളത്. പക്ഷെ സ്വപ്നമല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഈ പരമാണു പറഞ്ഞാൽ ഈ നമ്മുടെ ജീവനിൽ നിന്ന് പോകുന്ന ഈ സാധനം ഏകദേശം കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു പറഞ്ഞാൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അത് സഞ്ചരിച്ച് ഏകദേശം പ്രപഞ്ചം പറഞ്ഞാൽ ഭൂമിയുടെ അറ്റം വരെ പോവുകയും ആ അറ്റത്തിൻ്റെ അവിടെ എത്തുകയും അവിടെ കുറേ കാലം കഴിയുകയും അതിന് ശേഷം വീണ്ടും അത് സഞ്ചരിച്ച് പ്രപഞ്ചപഥത്തിലെത്തുകയും പരമാണുവിലേക്ക് പോവുകയും പരമാണുവിലേക്ക് ലയിക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 5ാം ഭാവത്തിൻ്റെ പൂർവ്വജന്മം പുണ്യം പറയുന്നുണ്ട്. ആ 5ാം ഭാവത്തിൻ്റെ പൂർവ്വജന്മ പുണ്യത്തിൽ ഇവർ ഏകദേശം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ പരമാണുവിൽ നിന്ന് വന്നിട്ടാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പിറക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ ഞാൻ എത്രയോ ഈ TV ചാനലിലൂടെ
യൂട്യൂബിലും മറ്റുള്ള ഇതിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആകുക, പിന്നെ അവിടെ നിന്നൊരു നിഴൽ അങ്ങോട്ട് പോവുക. പക്ഷേ അങ്ങനെ ഒരു നിഴലേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു നിഴലില്ല, അങ്ങനെ ഒരു സാധനമില്ല, ഒരു രൂപവുമില്ല, ഒരു രൂപവുമില്ല, ഒരു ഇതുമില്ല. മരിച്ച വസ്തു ജീവച്ചവൻ തന്നെയാണ്, ഉറപ്പാണ്. പക്ഷെ അങ്ങനെ കിട്ടിയവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്ന ഈ ചാനൽ കണ്ടിട്ട് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ പൂർണ്ണ പുണ്യം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു സാധനമല്ല. അത് വർഷങ്ങൾ 500 വർഷങ്ങളോ അല്ലെങ്കിൽ 100 വർഷങ്ങളോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരമാത്മു എന്ന സാധനം വേറൊരു ഗർഭപാത്രത്തിലേക്ക് പ്രസവിച്ച് പൂർവ്വജന്മമായി മാറുന്നത് എന്നാണ് ശരി വിദേശമുള്ളത്. അല്ലാതെ ഒരു ജീവൻ വെടിഞ്ഞതും മറ്റൊരു ജീവനിലേക്ക് പോയി കുടികൊള്ളുന്നു, അതാണ് പൂർവ്വജന്മ പുണ്യം എന്നുള്ളത് കാര്യം വളരെ തെറ്റാണ് എന്നുള്ളത് പറയാം. പക്ഷേ ഇതുവരെ ശാസ്ത്രലോകം മറ്റുള്ളത് കാഴ്ചവെച്ചിരിക്കുന്ന എത്ര കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ഞാൻ അതിന് പോയിട്ട് ഗവേഷണം നടത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് സംഭവിച്ച കാര്യം കൊണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഗവേഷണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ബോധോദയത്തിലേക്ക് ശരിക്കും ബോധോദയത്തിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. ബോധോദയം പറഞ്ഞ എന്താ വെച്ചാൽ മെമ്മറിയിലാണ് വന്നിരിക്കുന്നത്. ഈ മെമ്മറി പവറിലാണ് വന്നിരിക്കുന്നത്. ഈ മെമ്മറി സാധനം ഉള്ളത് കാരണം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു എടുത്ത് ചാട്ടം ഉണ്ടാകലും എണീറ്റ് പ്രവർത്തിക്കാൻ തോന്നിയതും അപ്പം തന്നെ ഞാനിത് യൂട്യൂബ് ചാനലുകാരോട് അവിടെ സിസ്റ്റർമാരോട് പറയണം എന്ന് വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ പറഞ്ഞില്ല. ഞാൻ ഇത് പിന്നീട് രഹസ്യമായി വെച്ചോളാം, പിന്നീട് ചാനലിലൂടെ ഞാൻ പറഞ്ഞോളാം എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഗവേഷണങ്ങൾ ഒരുപാട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് പ്രയോജനപ്പെടും എന്നുള്ളൊരു സത്യമാണ്. ഉള്ള കാര്യം ഓപ്പണായിട്ട് തന്നെ പറയാം. ഈ കണ്ട കാര്യം സത്യമായിട്ടും യഥാർത്ഥ്യപരമായിട്ടുള്ള സത്യമാണ് എന്നുള്ളതാണ്. എൻ്റെ ഒരു 2ാം ജന്മമാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവശവമായി. ജീവശവത്തിന് വീണ്ടും ജീവൻ എങ്ങനെ വരും? പക്ഷെ അത് വന്നു എന്ന് പറയുന്നത് അധികമൊന്നുമില്ല, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ. ഈ മയങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് എത്രയും മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ഊഹിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കഴിവല്ലേ. പക്ഷെ അതുകൂടെ ഞാൻ ഇനി കണക്കിലെടുത്തു. അത്രത്തോടെ ഈ കണക്കിലെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, അമ്മമാരെ, അതുപോലെ തന്നെ കാരണന്മാരെ, ഗവേഷകന്മാരെ, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ്. ഈ സത്യം വിശ്വസിക്കണം എന്നുള്ളത് തന്നെ പറയുന്നത്. ഇത് പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ വരുന്നുള്ളത് സത്യം അറിയാം. നമസ്കാരം.